ഇദ്ദേഹത്തെ അറിയാലോ, ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് സൂര്യ, വിജയ്, അജിത്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടു താഴെയുള്ള ടയർ 2 സെഗ്മെന്റിലെ ടോപ്പായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം മേലേക്ക് വന്നതുമില്ല, ഇന്ന് അദ്ദേഹത്തെ കാണാനുമില്ല. എനിവേസ്, ഞാൻ ഓർക്കുന്ന ഇദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകൾ നോക്കാം. ആദ്യത്തേത് ഒരു മലയാളി എന്ന നിലക്ക് തീർച്ചയായും കീർത്തിചക്ര. ഇതിനുശേഷവും മേജർ മഹാദേവനായി മോഹൻലാൽ 2-3 സിനിമകളിൽ വന്നിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെയും ഒരു ജൂനിയർ ആർമി ഓഫീസർ ഉണ്ടായിരുന്നു. അവരൊക്കെയും മരണപ്പെടുന്നുമുണ്ട്. പക്ഷേ കീർത്തിചക്രയിൽ തന്ന ഇമ്പാക്ട് അതിനുശേഷം വന്നവർക്ക് തരാൻ സാധിച്ചിരുന്നില്ല. ഇനി അടുത്തത് തീർച്ചയായും കോ. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കൊമേഴ്സ്യൽ മൂവി. ഈ പടത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തത് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത നീതാനെ എൻ പൊൻവസന്തം. ഈ പടത്തെ പറ്റിയും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഈ ചാനലിലെ ആദ്യകാല വീഡിയോകളിൽ ഒന്നായതിനാൽ നിങ്ങളിൽ മിക്കവരും അത് കണ്ടു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അടുത്തതായി ഇദ്ദേഹത്തിൻ്റെതായി ഞാൻ ഓർത്തിരിക്കുന്ന ചിത്രം രൗദ്രം അഥവാ രൗദ്രം. സംഗതി ഒരു ആക്ഷൻ മൂവിയാണ്. സ്വന്തം ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റാത്ത, കൺമുന്നിൽ ഒരു അക്രമം നടക്കുന്നത് കണ്ടാൽ അപ്പം തന്നെ പ്രതികരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ഏതാണ്ട് ഒരു രാം ഗോപാൽ വർമ്മ, മണിരത്നം ടൈപ്പ് മിക്സ് സിനിമ. ഇനി ഇദ്ദേഹത്തിൻ്റെതായി ഓർത്തിരിക്കുന്നത് 2 സിനിമകളിൽ ഇദ്ദേഹം ചെയ്ത സഹതാര കഥാപാത്രങ്ങളെയാണ്. അതിലൊന്ന് തീർച്ചയായും നൻപൻ എന്ന വിജയ് സിനിമയിലെ കഥാപാത്രം, മറ്റൊന്ന് 83 എന്ന 1983 ഇന്ത്യയുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ ബേസ് ചെയ്ത് വന്ന ബോളിവുഡ് സിനിമയിലെ അന്നത്തെ ഇന്ത്യൻ ബാറ്ററായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ വേഷം ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇതാണ് ഞാൻ ഇദ്ദേഹത്തെ അവസാനമായി കണ്ട സിനിമ. ഇതിനിടയിൽ ആര്യയുടെ ബോസങ്കിര ഭാസ്കരൻ എന്ന സിനിമയിലെ ഒരു ക്യാമിയോയും ഉണ്ട്. അവസാനമായി കച്ചേരി ആരംഭം എന്നൊരു സിനിമ. ആ പടം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിലെ പാട്ടുകളെല്ലാം അന്ന് സൂപ്പർ ഹിറ്റുകളായിരുന്നു. ആൻഡ് ഇദ്ദേഹം തീർച്ചയായും ഒരു നല്ല ഡാൻസറും കൂടിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു പ്രൊഡ്യൂസറുടെ മകനായിട്ടും സ്വന്തമായി ഹിറ്റുകൾ ഉണ്ടായിട്ടും ചെറുപ്പക്കാരനായിരുന്നിട്ടും എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞവയല്ലാതെ ഇദ്ദേഹത്തിൻ്റെതായി നിങ്ങൾ ഓർത്തിരിക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.